സ്വന്തമായ നിലനിൽപ്പ് സാധ്യമാകും വരെ വിവാഹം വൈകിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നതാണ് ചോദ്യം. സ്വന്തമായ ഒരു നിലനിൽപ്പ്, ജോലിയും കാര്യങ്ങളൊക്കെ ആവുന്നത് വരെ വിവാഹം ഒന്ന് നീട്ടി വെക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇപ്പോൾ പൊതുവിലുള്ള ഒരു സംശയം തന്നെയാണ്, വിവാഹം ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞോട്ടെ ആവുമ്പോൾ പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ രീതിയിൽ മതപരമായി വിവാഹം പെണ്ണ് സമ്മതിച്ചാൽ തന്നെയല്ലേ യഥാർത്ഥത്തിൽ നടക്കുള്ളൂ. വളരെ ചുരുങ്ങിയ രീതിയിൽ ബാപ്പക്ക് പെണ്ണിൻ്റെ സമ്മതമില്ലാതെയും നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള ഒരു അധികാരം ശറഅ് നൽകുന്നുണ്ട്. അത് വളരെ കുഞ്ഞായ കാലത്തും സമ്മതം പരിഗണനീയമല്ലാത്ത കാലത്തുമെല്ലാം പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന സംസ്കാരം ഭൂലോകത്താകെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ്. ഇന്നും ഇന്നലെയും ഉണ്ടായതല്ലല്ലോ ഇസ്ലാം. 1400 കൊല്ലത്തെ പഴക്കം അതിനുണ്ട്. ഈ 1400 ഏതാണ്ട് 1500 കൊല്ലത്തെ പഴക്കമുള്ള ഇസ്ലാമിന് അത്തരം സംസ്കാരങ്ങളെയെല്ലാം, അത്രയും ദീർഘകാലം നീണ്ടുപോയ സംസ്കാരങ്ങളെയെല്ലാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാനുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നന്ന ശൈശവത്തിൽ കുട്ടികളെ ഇണയാക്കി കൊടുക്കാനും നിക്കാഹ് ചെയ്തു കൊടുക്കാനുമുള്ള അധികാരം വലിയ നൽകുന്നത്. ഇതെല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നതാണ്, എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നതാണ്. ശൈശവ വിവാഹം ഒക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേക രോഷം നമുക്ക് വരുമല്ലോ. അത് കാലം കുറേ പഴകിയ ശേഷം 1500 വർഷം ഇസ്ലാമിന് പഴക്കം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അതേപോലെ ലോകത്തിന് തന്നെ സംസ്കാരങ്ങൾ ഒരുപാട് മാറി 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 വന്ന് ലോകം മുന്നോട്ട് സാംസ്കാരികമായി ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ ഒരു സംഗതിയാണ്. അതില്ലെങ്കിൽ ഈ കഴിഞ്ഞ അടുത്ത കാലം വരേക്കും ശൈശവ വിവാഹം നൽകുന്നിരുന്നു. ആ ഒരു ചെറിയ വേളയിൽ കുട്ടിൻ്റെ സമ്മതത്തിന് പരിഗണനീയമല്ല എന്ന് വരുന്നത് കൂടി പരിഗണിച്ചാണ് ഇങ്ങനെ പിതാവിന് സ്വന്തം മകളെ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി പിതാവിന് ഇഷ്ടപ്പെട്ട ഒരു പിതാവ് മകൾക്ക് തിരഞ്ഞെടുക്കുക ഏറ്റവും മുന്തിയ തന്നെയല്ലേ. എപ്പോഴും മുന്തിയതേ ആവുള്ളൂ. വത്സലനായ പിതാവ് അതേ തിരഞ്ഞെടുക്കുള്ളൂ. ആ ഒരു അധികാരമുണ്ട്. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥിതിവിശേഷമല്ലല്ലോ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ. നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവാഹപ്രായം 18 വയസ്സാക്കി കഴിഞ്ഞു. ഈ അനിവാര്യതക്കൊപ്പം സമൂഹം മൊത്തം നീങ്ങേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. പ്രായം തികയാത്ത കുട്ടിനെ കെട്ടിച്ചു കൊടുത്താൽ ശൈശവ വിവാഹം മാത്രമല്ല, പ്രായം തികയാത്ത കുട്ടി എന്ന് പറയുന്ന ആ വിവാഹങ്ങൾക്കൊക്കെയും വലിയ കുഴപ്പം വരുമല്ലോ. അപ്പോൾ പ്രായപൂർത്തി വന്ന ശേഷമുള്ള നിലപാടിൽ വാസ്തവത്തിൽ ഈ കുട്ടിയുടെ ഹിതം കൂടി അറിഞ്ഞ ശേഷം മാത്രമാണ് വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കുക. ഇജ്ബാറിൻ്റെ അധികാരമുള്ള വേളയിൽ പോലും പ്രായം തികഞ്ഞ പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് സമ്മതം ചോദിച്ചുകൊണ്ടാണ് പാപ്പ നിക്കാഹ് ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സുന്നത്തായി. അതില്ലെങ്കിൽ എന്തായാലും പാപ്പ അല്ലാത്ത അധികാരികളാണെങ്കിലും പാപ്പ തന്നെ ഒരിക്കൽ കെട്ടിച്ച പെണ്ണിനെ പിന്നെ കെട്ടിക്കുകയാണെങ്കിലും ഒക്കെ പെണ്ണിൻ്റെ സമ്മതമില്ലാതെ നിക്കാഹ് ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ എങ്ങനെയും ഒരു കുട്ടിയെ ബാപ്പയും കുടുംബവും ഇണയാക്കി കൊടുക്കണമെങ്കിൽ, നിക്കാഹ് ചെയ്തു കൊടുക്കണമെങ്കിൽ പെണ്ണിൻ്റെ കൂടി താല്പര്യവും സമ്മതവും പരിഗണിച്ചല്ലാതെ സാധ്യമല്ല. ആ സമ്മതവും താല്പര്യവും കുറെ വൈകിപ്പോകുന്നതും എനിക്ക് തന്നെ തീരുമാനിക്കണം എൻ്റെ ഇണയെ, ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം എൻ്റെ ഇണയെ. അതിൽ തിരഞ്ഞെടുക്കാൻ ഞാൻ കണ്ടുപിടിച്ച മാർഗങ്ങളിലൂടെ കുറെ പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആയതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള ഇണയല്ലേ എനിക്ക് പരിചയം എന്ന അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾ വാശി കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പോഴത്തെ സാമൂഹിക പ്രശ്നം ഉണ്ടായത്. ഇത് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു പെണ്ണ് സ്വന്തമായ നിലനിൽപ്പ് സാധ്യമാകും വരെ വിവാഹം വൈകുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. ഒരുപാട് അപകടങ്ങൾ വരാറുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെണ്ണങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, പെണ്ണ് തീരെ നിക്കാഹ് വേണ്ടാന്ന് പറഞ്ഞു നിന്നാൽ ഒറ്റയ്ക്ക് ഏകാന്ത ജീവിതം നയിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് അവകാശമുണ്ടല്ലോ. ആണിനും തന്നെ അവകാശമുണ്ട്. എനിക്കൊരു ഇണ വേണ്ട, ഞാൻ ഏകാന്ത ജീവിതം നയിക്കുകയാണ് തീരുമാനിക്കുകയാണ്. അങ്ങനെ പലതുകൊണ്ടും തീരുമാനിച്ച പല മഹാന്മാരുമുണ്ട്. ഏകാന്ത ജീവിതം, അതായത്
മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, ലൈംഗികമായിട്ടുള്ളതോ ധാർമ്മികമായിട്ടുള്ളതോ കുടുംബപരമായിട്ടുള്ളതോ സാമൂഹികമായിട്ടുള്ളതോ ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വൈകിക്കുന്നത് കൊണ്ട് ഏതായാലും കുഴപ്പമുണ്ടാവുള്ളൂ. തീരെ നിക്കാഹ് ചെയ്യാതിരിക്കുന്നതിൽ തന്നെ കുഴപ്പമില്ല, വൈകിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ശറയിൽ തെറ്റില്ല. എങ്കിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കും പല ദോഷഫലങ്ങളും ഇതിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് വൈകാരികമായ ആവശ്യങ്ങളും സ്നേഹവും പങ്കുവെക്കാൻ സാധാരണഗതിയിൽ അങ്ങനെ രണ്ടാൾക്കും താല്പര്യമുള്ളവർ തമ്മിൽ നടക്കുക എന്ന് പറയുന്ന രീതിയിൽ മാത്രം ചിന്തിച്ചാൽ പോരാ. നിക്കാഹിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടാഗ്രഹിക്കുന്ന ജീവി എന്ന നിലയ്ക്ക്, ഏകാന്ത ജീവിതം ദുഷ്കരമായൊരു ജീവി എന്ന നിലയ്ക്ക് നിക്കാഹിനെ ദീൻ സുന്നത്താക്കി കൽപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സുന്നത്താക്കി കൽപ്പിച്ചതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടമുണ്ട്. മൻ അഹബ്ബ സുന്നത്തി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ ശരിയാണ് നിക്കാഹ്, ആ നിക്കാഹ് ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാനും അവരും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നിടം വരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുന്നത്ത് പാലിക്കണമെന്ന് ഉപദേശിക്കുന്നത് ആ സുന്നത്തിൻ്റെ നേട്ടം പ്രായമാകുമ്പോഴും താല്പര്യമുണ്ടാകുമ്പോഴും ലൈംഗിക താല്പര്യമുണ്ടാകുമ്പോഴും ഇണയുടെ അന്വേഷണം വന്നെത്തിക്കൊണ്ട് സാഹചര്യം ഒരുങ്ങുമ്പോഴും നമ്മൾ ആ സുന്നത്ത് തിരഞ്ഞെടുക്കാനാണ്. അള്ളാഹു നിശ്ചയിച്ച ഒരു സുന്നത്താണ്, അമ്പിയാക്കന്മാരിലൂടെ ഒക്കെ വന്ന സുന്നത്താണ്. അർബഉം മിൻ സുനനിൽ മുർസലീൻ എന്ന് പറയുന്നതാണ്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ, തങ്ങൾക്ക് മുമ്പ് അയച്ചിട്ടുള്ള മുർസലീങ്ങളായ ദൂതന്മാർക്ക് എല്ലാവർക്കും ഇണകളുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. അപ്പം മുർസലീങ്ങളുടെ സുന്നത്താണ്. നബി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ മുർസലീങ്ങളുടെ സുന്നത്താണ്. അതിനവസാനം പറയുന്നത് നിക്കാഹ് എന്ന് പറയുന്നത് ഞങ്ങൾ മുർസലീങ്ങൾ എല്ലാവരുടെയും സുന്നത്താണ്. അപൂർവം ആ കൂട്ടത്തിൽ നിന്ന് ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ചില വ്യവസ്ഥിതികൾക്ക് വേണ്ടി അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ അതിൽ നിന്ന് മാറ്റി നിർത്തിയത് നമുക്കറിയാം, നമ്മൾ പഠിച്ച മുസ്ലിങ്ങളിൽ നിന്ന്. അങ്ങനെയല്ലാത്തവർക്കൊക്കെ കുടുംബജീവിതമുണ്ട്. അപ്പോൾ കുടുംബജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ്. മാത്രമല്ല ഫഖദിസ്തക്മല നിസ്ഫദ്ദീൻ, ഞാനീ പറയുന്ന ആത്മീയമായ മതപരമായ മാനമാണ്. അങ്ങനെ ചിന്തിക്കുന്ന മുസ്ലിം സഹോദരിയുടേതാണ് ചോദ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഈമാനുള്ള സഹോദരിമാരുടേതാണല്ലോ ഈ ചോദ്യം, അല്ലാത്തവരുടേതല്ല. അപ്പോൾ മുസ്ലിമികത്തുകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ നിക്കാഹ് ചെയ്യുന്നത് കേവലം ഒരു കൂട്ടുജീവിതത്തിനോ ലൈംഗിക മോഹത്തിനോ ഇതിന് മാത്രമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട നിക്കാഹിൻ്റെ അനിവാര്യതയുടെയും നേട്ടങ്ങളുടെയും കാര്യത്തിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക, റസൂലുള്ളാഹിന്റെയും മറ്റു മുസ്ലിങ്ങളുടെയും ഒക്കെ മാതൃക അവലംബിക്കുക. അതേപോലെ തന്നെ ഫഖദിസ്തക്മല നിസ്ഫദ്ദീൻ ഫഖദ് അഹ്റസ ഹുലുഹൈലീൻ എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ള ഹദീസാണ്. ദീനിൻ്റെ തന്നെ പാതിയാണ് നിക്കാഹിലൂടെ പൂർത്തിയാക്കുക. ദീനിൻ്റെ ഈ പാതി ഭാഗം ആണ് നിക്കാഹിലൂടെ പൂർത്തീകരിക്കുന്നത്. അതാണ് പെണ്ണൊടിഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ ദീനിൻ്റെ 1/2 ഭാഗം, ബാക്കി ഭാഗം നോക്കൊണ്ടുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ടാണ് ഖത്തീബ് ഖുത്ബ അവസാനിക്കാറുള്ള ദീനി എന്ന് പറയുന്ന ആ ഹദീസ് ഓതുന്ന ആളുകൾ എന്നും പറഞ്ഞ ഞാൻ നിർത്തുകയാണെന്ന് പറയാറില്ല. അപ്പം ആ ഹദീസിൽ പറഞ്ഞ പോലെ ദീനിൻ്റെ 1/2 ഭാഗവും ദീനിൻ്റെ പാതി ഭാഗവും പരിപൂർണമാക്കുന്ന രീതിയിലുള്ള നല്ലൊരു പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ ആ പാതിയാണ് വൈകുമ്പോൾ വൈകിപ്പോകുന്നത്. ഇത് വൈകുന്നതിനനുസരിച്ച് നിക്കാഹിൻ്റെ നേട്ടങ്ങളും വൈകുന്നു. ഉദാഹരണമായി നിക്കാഹിൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു തആല നമ്മളിലൂടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സൃഷ്ടികൾക്ക് ഉണ്ടാകാൻ നമ്മൾ നിമിത്തമാവുക എന്ന് പറഞ്ഞതാണ്. മാതാവും പിതാവും നിമിത്തമാകുമ്പോഴാണ് മക്കളുണ്ടാകുക. മക്കൾ നമ്മളെ മക്കൾ എന്നതിലുപരി അള്ളാന്റെ പടപ്പാണ്. അപ്പൊ അള്ളാഹുവിന് മനുഷ്യരിൽ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച ആ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിൽ അവനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഖിലാഫത്താണ് നമ്മൾ വഹിക്കുന്നത്. അള്ളാന്റെ ഖിലാഫത്ത് നീ ജാഹിൽ ഖലീഫ അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞ ആ ഖിലാഫത്തിന്റെ ഒരു ലക്ഷ്യം കൂടിയാണത്. അള്ളാന്റെ പടപ്പുകളായ മനുഷ്യരിൽ ഉണ്ടാവുന്നത്
മാതാപിതാക്കൾ അല്ലാഹു തആല നിശ്ചയിച്ച് ഏൽപ്പിച്ച ആ സുന്നത്ത്, ആ ചര്യ അത് നിർവഹിക്കുമ്പോഴാണ്. അപ്പോൾ കുട്ടികളുണ്ടാകണം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഖൽഖിനെയും അള്ളാഹുവിൻ്റെ ഫീലിനെയും നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ സഹായിക്കുകയാണ്, അതിനോട് സഹകരിച്ചു നിൽക്കുകയാണ്. ആ മഹത്തായ ധർമ്മം എത്രയും നേരത്തെ പാകമാകുമ്പോൾ വരുന്നുവോ, നിയമം അനുശാസിക്കുന്നതിനനുസരിച്ചുകൊണ്ട് എത്രയും നേരത്തെ വരുന്നുവോ അത്രയും നേരത്തെ സ്വീകരിക്കണം. അതിനനുസരിച്ച് കുട്ടികൾ വേഗം വേഗം വരണം. കുട്ടികൾ വൈകും തോറും കുട്ടികൾക്ക് അരക്ഷിതാവസ്ഥ വരും, കുട്ടികളെ നോക്കാൻ സമയമില്ലാതെ വരും. വൈകി കുട്ടികൾ ജനിക്കുന്ന ആളുകൾക്കൊക്കെയും അവരുടെ കുട്ടികളെ കരുതലോടുകൂടെ നോക്കിക്കൊണ്ട് കുറേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസവത്തിന് കണക്കൊന്നുമില്ലല്ലോ, നിർത്താം. റസൂലുള്ളാഹി പറഞ്ഞത് ഒതുതും ഒലൂതുമായി നോക്കാനാണ് നമ്മളെ കണക്ക്. പെറ്റുപെരുകുന്നവർ നമുക്ക് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ആ പെറ്റുപെരുകുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മാനവശേഷി, മനുഷ്യ വിഭവശേഷി എന്ന ആ ഒരു വിഭവശേഷി ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടില്ലുണ്ടാകുന്നത്. നമ്മുടെ സമുദായത്തിൽ മാത്രമല്ല, ഒരുപാട് സമുദായത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് വരുന്നത് ധാരാളമുണ്ട്. പല സമുദായത്തിലെ കണക്ക് നമുക്ക് പറയാൻ പറ്റും. മുസ്ലിമീങ്ങൾക്ക് മാത്രമൊന്നുമല്ല, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിമാനമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു മഹത്തായ കർമ്മങ്ങളാണ് കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാവുക. ബാപ്പയും കുട്ടികളും ഒരു ജമാഅത്തായിട്ട് വരിക എന്ന് പറയുന്നത്. ആ ഒരു ജമാഅത്തായിട്ട് വരാനുള്ള സാധ്യത വൈകി നിക്കാഹ് ചെയ്യുമ്പോൾ പോവുകയാണ്. കുട്ടികൾക്ക് പരിമിതി വരികയാണ്. മറ്റുള്ളവരെ പോലെ നമ്മൾ അനാവശ്യമായി പരിമിതികൾ സ്വന്തം സൃഷ്ടിക്കുകയാണ്. ജൈവികമായി അള്ളാഹു മാതാവിനും പിതാവിനും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ നൽകുന്ന ശേഷി എത്രയാണെങ്കിൽ ആ ശേഷി നമ്മളാൽ തടസ്സം സൃഷ്ടിക്കുകയാണ്, നമ്മളാൽ തടഞ്ഞു വെക്കുകയാണ്. ആ തടഞ്ഞു വെക്കുന്നത് വാസ്തവത്തിൽ വൈകി നിക്കാഹ് ചെയ്യുമ്പോൾ കൂടുതൽ വരികയാണ് സാധ്യത. കുഞ്ഞുങ്ങൾ വൈകിട്ടുണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ സുഖപ്രസവം നടക്കൽ വളരെ കമ്മിയാണ്. അത് നമുക്ക് പരിശോധിച്ചാലറിയാം. കുറേ ഉണ്ടാകും, വൈകിപ്പോയി എന്നുള്ള ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അതാണ് സാധാരണ സുഖപ്രസവം ഉണ്ടാകാൻ പ്രയാസം ഉണ്ടാകും വൈകി നിക്കാഹ് ചെയ്യുമ്പോൾ. ആ ഒരു വിഷയമുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വൈകുന്തോറും, വിവാഹം വൈകുന്തോറും, മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ വരുന്ന ആ സംഭവത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രസവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം തന്നെ പറയുന്നു. പ്രായം കൂടുമ്പോഴും ഗർഭധാരണത്തിനുള്ള സാധ്യത കുറയുന്നു. ഇതിനും കുഞ്ഞിനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുന്നു. അതേപോലെ തന്നെ കുഞ്ഞുകാലത്തെ നിക്കാഹ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഗാഢമായ സ്നേഹബന്ധം അത് വൈകി നിക്കാഹ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്. ഒരു 10-30 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു 10-30 വയസ്സായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് നല്ലപോലെ വഴങ്ങിക്കൊടുക്കാനുള്ള ഒരവസ്ഥ കുറവ്. വഴങ്ങിക്കൊടുക്കുക, വഴങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു സ്വന്തമായ കാര്യം സ്വന്തം ചെയ്യാൻ തന്നെ മതി എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അതെല്ലാവർക്കും ഉണ്ട്. അതാണിനുണ്ട്, പെണ്ണിനുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പെണ്ണ് കുടുംബനാഥൻ എന്ന നിലക്കും, കുടുംബ സംരക്ഷകൻ എന്ന നിലക്കും, സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദി എന്ന നിലക്കും ആ കുടുംബനാഥന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് പോകുമ്പോഴല്ലേ കുടുംബജീവിതം സ്ലോമായി പോകുള്ളൂ. വഴങ്ങിക്കൊടുക്കുന്ന ഒന്നുമല്ല മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർ വഴങ്ങിക്കൊടുക്കും പോലെ, പ്രധാനമന്ത്രിക്ക് മറ്റു മന്ത്രിമാർ വഴങ്ങിക്കൊടുക്കും പോലെ, ഓഫീസിലുള്ള വലിയ ഉദ്യോഗസ്ഥരും മറ്റുള്ളവർ വഴങ്ങിക്കൊടുക്കും പോലെ, പ്രധാന അധ്യാപകന് എല്ലാ മാസ്റ്റർമാരും വഴങ്ങിക്കൊടുക്കുന്നത് പോലെ, മദ്രസയിലെ സ്വതർ മാലിന്യനും മറ്റു മാലിന്യങ്ങൾ വഴങ്ങിക്കൊടുക്കും പോലെ, പ്രിൻസിപ്പലിന് ബാക്കിയുള്ളവരൊക്കെ വഴങ്ങിക്കൊടുക്കും പോലെ. അതൊരു ആവശ്യമല്ലേ? ഇവിടെ പറഞ്ഞ പോലെ ഖവ്വാമുനാന്നതിൻ്റെ ആ കാര്യം നോക്കി നടത്താനുള്ള പ്രാപ്തി ആർക്കാണ് മസ്കൂലിയത്ത്? അതൊരു വിഷയമല്ലേ? മസ്കൂലിയത്ത് ആർക്കാണ് കുടുംബജീവിതത്തിൽ? ആ മസ്കൂലിയത്ത് നൽകപ്പെട്ട പുരുഷന് മസ്കൂലിയത്ത് എന്നുള്ള നിലയിൽ തന്നെ മറ്റുള്ളവർ വഴങ്ങിക്കൊടുക്കുമ്പോഴും മക്കളും ഭാര്യയും ഇണയും വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് കുടുംബജീവിതം സുഗമമായി മുന്നോട്ട് പോവുക. ആ വഴക്കത്തിനും അതുപോലെ കുട്ടിക്കാലത്തെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹബന്ധം, ഗാഢമായ സ്നേഹബന്ധത്തിനും എല്ലാം തടസ്സമായി തീരും ഈ വൈകിയുള്ള നിക്കാഹ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ആലോചിച്ചാൽ പലതും കിട്ടും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സമയവും സന്ദർഭവുമായാൽ, പ്രായം തികഞ്ഞില്ലപ്പോൾ കെട്ടിക്കാൻ പറ്റുള്ളൂ, 18 വയസ്സായാലേ കെട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോഴല്ലേ നിക്കാഹ് വരുള്ളൂ.
അപ്പം അങ്ങനത്തെ നിക്കാഹ് വരുന്ന സമയം വന്നാൽ വൈകാതെ തന്നെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി സഹോദരിമാരെ ഈ ചോദ്യം ചോദിച്ച സഹോദരിയെ വഴങ്ങിക്കൊടുക്കുന്നതാണ്, അതിന് തയ്യാറാകുന്നതാണ് ഏറ്റവും നല്ലത്. ദീനിനും അതാണ് നല്ലത്, നബിക്കും അതാണ് ഇഷ്ടം, അള്ളാഹുവിനും അതാണ് ഇഷ്ടം, അതുവഴി പരലോകത്തും നമുക്ക് അതാണ് ഇഷ്ടം, അമ്പിയാക്കന്മാരുടെ മാതൃകയും അതാണ്. എന്നാൽ പ്രായമുള്ളവരെ കെട്ടിവിടാന്നല്ല, അത് നമുക്കറിയാലോ. 40 വയസ്സായ ഖദീജ ബീവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്തത് നമുക്കറിയാം. അത് അതിൻ്റെതായ സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിലല്ല ഈ പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ഒതുങ്ങി ദീന് പൊരുത്തപ്പെടുന്ന ആരെങ്കിലും വന്നാൽ അവർക്ക് നിങ്ങൾ ഇണയാക്കി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ദീനിന് പൊരുത്തപ്പെടുന്ന ഏതെങ്കിലും ഇണ നമുക്ക് സൗകര്യത്തിൽ വന്നാൽ അപ്പം നിങ്ങൾ ഇണയാക്കി കൊടുക്കണം, ഇണയെ സ്വീകരിക്കണം, ഇണയായി നിൽക്കണമെന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപദേശം നമ്മൾ പ്രത്യേകം ഓർക്കണമെന്നും അതാണ് ഏറ്റവും നല്ലതും പ്രോത്സാഹനവും മാത്രം എന്ന് ചിന്തിക്കുകയാണ്. ഒരു പെണ്ണ് സ്വന്തം വൈകിക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, ധാർമ്മിക പ്രശ്നങ്ങളില്ല, ലൈംഗികമായി കുറ്റകരമായ സംഗതികളിലേക്ക് പോകില്ല, ഇങ്ങനെയൊക്കെ പോകാതിരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. അങ്ങനെ പോകുന്നിടത്ത് അത് തെറ്റും അപകടകരവുമായി മാറുകയും ചെയ്യും.